ശില്പ, നമ്മൾ ബെസ്റ്റികളെ കുറിച്ചുള്ള ചർച്ച ഇതിന് മുൻപ് നടത്തിയിരുന്നു. അപ്പൊ ആ ബെസ്റ്റികളെ കുറിച്ചുള്ള ചർച്ചയുടെ അടിയിൽ വന്നിരുന്ന കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ബെസ്റ്റികള് എന്താ പറയാ, ഒരു റിലേഷൻഷിപ്പിൽ വലിയ വില്ലന്മാരൊന്നുമല്ല എന്ന തരത്തിലുള്ള കമന്റുകളാണ് ഞാൻ കൂടുതലും അതിൽ കാണാൻ പറ്റിയത്. പക്ഷേ ബെസ്റ്റികൾ ഒരേ സമയം വില്ലന്മാരും ഹീറോകളുമായി മാറുന്ന കുറച്ച് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സംഭവ വികാസങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ദുജ, ആ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഭർത്താവുമല്ല എന്നാൽ സുഹൃത്തുമല്ല. അപ്പൊ ബെസ്റ്റി എന്ന ഒരു എന്താ പറയാ അംബ്രല്ലയ്ക്ക് കീഴിൽ നിർത്താവുന്ന അല്ലെങ്കിൽ ആ ഒരു ലേബൽ ഇട്ട് വിളിക്കാൻ സാധിക്കുന്ന ഒരാളാണ് അജാസ്, ഒരു പുതിയ മുഖം ആ ഒരു കേസിൽ. അപ്പം അജാസ് ആണ് ഇതിനകത്തുള്ള ഒരു കോൺട്രവേഴ്ഷ്യൽ കഥാപാത്രമായി മാറിയിരിക്കുന്നത്. അപ്പം നമുക്ക് അജാസ് ആണെങ്കിൽ ഭർത്താവല്ല ഇന്ദുജയുടെ ഭർത്താവ് അഭിജിത്താണ്. പക്ഷെ ഇവരുടെ സുഹൃത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ആർക്കും കൃത്യമായൊരു മറുപടി ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആരാണ് അജാസ്? അനുപമ, ആരാണ് അജാസ്? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ വാർത്ത വന്നത്, ഇന്ദുജയുടെ ആത്മഹത്യയുടെ വാർത്ത പുറത്തു വന്ന നാൾ മുതൽ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് എന്താണ്? അതൊരു ഗാർഹിക പീഡനം, അതല്ലെങ്കിൽ ജാതിയുടെ പേരിലുള്ള ചൂഷണം കാരണം, അല്ലെങ്കിൽ ഭർത്തൃപീഡനം, ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതല്ലെങ്കിൽ ഇതാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അവിടേക്കാണ് അജാസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പിറ്റേ ദിവസം എൻ്റർ ചെയ്യുന്നത്. ഈ അജാസ്, അഭിജിത്താണ് ആദ്യം അജാസിന്റെ പേര് വെളിപ്പെടുത്തുന്നത്. അഭിജിത്ത് പറയുന്നത് ഈ ഇന്ദുജയുടെ മേത്ത് ഉണ്ടായിരുന്ന മുറിപ്പാടുകൾ, 2 ദിവസം പഴക്കമുള്ള മുറിപ്പാടുകൾ ഉണ്ടായത് അഭിജിത്ത് ഈ ഇന്ദുജയും അജാസ് എന്ന് പറയുന്ന ഇവരുടെ സുഹൃത്തും കൂടിയിട്ട് ശംഖുമുഖത്തേക്ക് പോയപ്പോൾ അവിടെ വെച്ച് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചതിന്റെ പാടുകളാണ്, അല്ലാതെ താനല്ല ഇന്ദുജയെ മർദ്ദിച്ചത് എന്ന് അഭിജിത്ത്, എന്ന് വെച്ചാൽ ഇന്ദുജയുടെ ഭർത്താവ് മൊഴി കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വന്നു, ആരാണ് അജാസ്? അപ്പോഴാണ് മാധ്യമങ്ങളായാലും പോലീസാണെങ്കിലും അജാസിലേക്ക് തിരിയുന്നത്. അങ്ങനെ പോലീസ് അജാസിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു, അത്തരത്തിലേക്ക് കാര്യങ്ങളിലേക്ക് പോയി. ആരാണ് അജാസ് എന്ന് ചോദിച്ചാൽ 2ാം ക്ലാസ് മുതലൊട്ടെ ഇന്ദുജയുടെ കൂടെ പഠിച്ച സുഹൃത്താണ് അത്ര അജാസ് എന്ന് പറയുന്ന വ്യക്തി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇവിടെ അത് കുറച്ചുകൂടി ക്രൂഷ്യലായ ചോദ്യമായി മാറുന്നത്, സാധാരണ സുഹൃത്തുക്കളെ നമുക്കറിയാം, ഒരു സുഹൃത്തും തൻ്റെ പെൺ സുഹൃത്തുക്കളെ അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും സ്വന്തം ഭർത്താവിന്റെ മുന്നിലിട്ട് അടിക്കാനുള്ള ധൈര്യമുണ്ട് അജാസിന്. ഭർത്താവ് നോക്കി നിന്നു, അല്ലാതെ അയാൾ പ്രതികരിച്ചിട്ടില്ല. അവിടെ അയാൾ നോക്കി നിൽക്കുകയാണ് ചെയ്തത്. സോ ഇവളെ ഞാൻ അടിച്ചാലും ഇവളുടെ ഭർത്താവ് എന്നോടൊന്നും പറയില്ല, അതിനുള്ള അധികാരമുണ്ടെന്നുള്ള ബോധം അജാസിനുണ്ട്. ആ അധികാരമാണ് നമ്മൾ അവളെ അടിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇന്ദുജയുടെയും അഭിജിത്തിന്റെയും കോമൺ ഫ്രണ്ട് എന്ന് പറയുന്ന അജാസിന് ഇവർ രണ്ടുപേരുമായി നല്ല ബന്ധമുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇന്ദുജയെ അടിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ അജാസ് ഇന്ദുജയുടെ പാർട്ട്ണറാണെന്നോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവർ അങ്ങനെ തരത്തിലുള്ള ബന്ധമുണ്ടെന്നുള്ള വാർത്തകളും വരുന്നില്ല. സോ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒറ്റ പേര് എന്ന് പറയുന്നത് ബെസ്റ്റിയാണ്, സുഹൃത്തുക്കളാണ് എന്ന മറ്റേ കാമുകന്മാരല്ലേ ഇനി. പക്ഷേ ആ കുട്ടിയെ അടിക്കാനുള്ള ധൈര്യം ഇയാൾക്കുണ്ട്. ഈ കുട്ടിയുടെ മൊബൈലിന്റെ പാസ്വേഡ് ഇയാൾക്കറിയാം. ഈ കുട്ടി മരിച്ചതിന് ശേഷം ഈ കുട്ടിയുടെ ഫോൺ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട് ഈ അജാസ്. അപ്പോൾ അത്തരത്തിൽ അത്രയും ആക്സസ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ പറയപ്പെടുന്ന അജാസ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരുന്നത് ഈ അഭിജിത്തിന്റെയും ഇന്ദുജയുടെയും വിവാഹം, അത് 2.5 വർഷത്തോളം നീണ്ട പ്രണയബന്ധത്തിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇന്ദുജയെ അഭിജിത്ത് കല്യാണം കഴിക്കുന്നു. വീട്ടിൽ ജാതി പ്രശ്നം ഉള്ളതുകൊണ്ട് അവർ സമ്മതിക്കുന്നില്ല, അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെയാണെന്നാണ്. പക്ഷെ പിന്നീട് ഒരു വാർത്ത പുറത്തേക്ക് വരികയാണ്, അജാസാണ് അഭിജിത്തുമായുള്ള കല്യാണത്തിന് ഇന്ദുജയെ നിർബന്ധിച്ചത്. ഈ അജാസുമായി ഇന്ദുജയ്ക്ക് അടുത്ത അടുപ്പം ഉണ്ടായിരുന്നു. ഈ അടുപ്പം അഭിജിത്തിന് അറിയാമായിരുന്നു. ഈ അഭിജിത്തിന് ഈ അടുപ്പം അറിഞ്ഞിട്ടാണ് അഭിജിത്ത് ഇന്ദുജയെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഇവിടേക്ക് വരുന്ന വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം ഇവർ 3 പേരും തമ്മിൽ എന്തായിരുന്നു കണക്ഷൻ, അല്ലെങ്കിൽ ഇവർ 3 പേരും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് എന്തായിരുന്നു? ഈ ഇന്ദുജയ്ക്ക് 2 പാർട്ട്നേഴ്സ് ഉണ്ട് എന്നുള്ള രീതിക്കാണോ ഇത് പോകേണ്ടത്? അതോ ഇനി അജാസും അഭിജിത്തും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധത്തിന്റെ ഇരയാക്കപ്പെട്ടവളാണോ ഇന്ദുജ? അല്ലെങ്കിൽ ഇനി ഇവർ തമ്മിൽ ഇത്തരത്തിൽ ഒരു കണക്ഷനും ഇല്ലാതെ മാനസികമായി പീഡിപ്പിക്കുകയാണോ ഇന്ദുജയെ ഇവർ ചെയ്തിരുന്നത്? പക്ഷെ ശാരീരികമായി പീഡിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുട്ടിയെ അടിച്ചതിന്റെ പാടുകളൊക്കെ ഉണ്ട്. സോ ബെസ്റ്റ് വീണ്ടും ഒരു കല്യാണം എന്ന് പറയുന്ന സോക്കോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബന്ധപ്പെട്ടവരാണല്ലോ ഈ ഇന്ദുജയും അഭിജിത്തും. അത് വില്ലനായി വന്നിരിക്കുക തന്നെയാണ്. കാരണം ഈ എന്താ പറയാ, ഒരു പെൺകുട്ടിയുടെ ഫോണ്, അത് പെൺകുട്ടിയാവട്ടെ ഒരു ആൺകുട്ടിയാവട്ടെ, ഫോൺ എന്ന് പറയുന്നത് ഒരാളുടെ പ്രൈവറ്റ് സാധനമാണ്, അയാളുടെ പ്രൈവസിയാണത്. കാരണം അതിൽ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഇപ്പോൾ അനുപമയുടെ ചാറ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള രാഹുലിൻ്റെ ചാറ്റ് ഉണ്ടായിരിക്കാം, എല്ലാവരുടെയും ചാറ്റ് ഉണ്ടായിരിക്കാം. ഞാൻ അനുപമയോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അത് പ്രൊഫഷണലായ കാര്യങ്ങളുണ്ടായിരിക്കാം, പേഴ്സണലായ കാര്യങ്ങളുണ്ടായിരിക്കാം. അനുപമ മാത്രം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അനുപമ എന്നോട് വിശ്വാസത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങൾ അതിലുണ്ടായിരിക്കാം. സോ ഈ ഫോൺ എടുത്ത് നോക്കാൻ ഇപ്പം ഞാൻ ഒരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ കല്യാണം കഴിക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കും അധികാരമില്ല.
കാരണം എന്താണ്, അനുപമ എന്നെ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൽ. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പോട്ടെ, എനിക്ക് പേഴ്സണലി കണക്ട് ആയിട്ട് നിൽക്കുന്ന മനുഷ്യരാണ് ഇപ്പം എൻ്റെ ഭർത്താവും അല്ലെങ്കിൽ അമ്മ അച്ഛൻ എന്നുള്ളത്, അത് അവർ മനസ്സിലാക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ അനുപമയുടെ പേഴ്സണൽ കാര്യങ്ങൾ അവർക്ക് അറിയേണ്ട ആവശ്യകതയില്ല. സോ അനുപമ എന്നോട് വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ എല്ലാ ചാറ്റുകളും നമ്മൾ ക്ലിയർ ചെയ്യണം എന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എൻ്റെ പേഴ്സണൽ സാധനമാണ്. അത് അവരറിയുന്നതിന് അത് തെറ്റാണ്. സോ ഒരാളുടെ ഫോണ് അയാൾ എന്താ പറയുക സമ്മതമില്ലാതെ എടുത്ത് നോക്കുക, അതല്ലെങ്കിൽ അതിന്റെ പാസ്വേഡ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ആക്സസ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത്രത്തോളം എന്താണ് ഒരു ക്രൂക്കഡ് സാധനമായിട്ടാണ് ഞാൻ. രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്നാമത്തത് ശില്പ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. ഇപ്പൊ ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്, ശില്പ ഒരു ഇൻഡിവിജ്വൽ ആണ്. ഇൻഡിവിജ്വൽ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മുടെ പ്രൈവസി നമ്മുടേത് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മുടേത് മാത്രമാണ്. ഈവൻ നമ്മുടെ പാരന്റ്സ് ആയാലും നമ്മുടെ പാർട്ട്നേഴ്സ് ആയാലും അവർക്ക് അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല ആക്ച്വലി. കാര്യം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യണം ആസ് ആൻ ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക്. ഇപ്പൊ ശില്പ പറഞ്ഞ പോലെ ശില്പയുടെ ഫോണിൽ ഇപ്പം എൻ്റെ ചാറ്റ് ഉണ്ടായിരിക്കാം, ഇവിടുത്തെ വേറെ ആൾക്കാരുടെ കയ്യിലും എൻ്റെ ചാറ്റ് ഉണ്ടായിരിക്കാം. പക്ഷെ അനുപമയുടെ ചാറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരും ചാറ്റ് എടുത്ത് വായിക്കാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരോടും ഞാൻ എങ്ങനെയാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഓരോരുത്തരോടും എനിക്കുള്ള കണക്ഷൻ എന്താണ്, അതിനനുസരിച്ചായിരിക്കും എൻ്റെ ചാറ്റും അല്ലെങ്കിൽ നമ്മുടെ കോൺവെർസേഷനും മാറിയിരിക്കും. അപ്പൊ അത് മൊത്തത്തിൽ ഒരാളുടെ ചാറ്റല്ലേ എന്ന് ഓർത്തിട്ട് എല്ലാവർക്കും എടുത്ത് നോക്കാൻ പറ്റില്ല. അതാണ്, എല്ലാവരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. അപ്പം അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ട്, അതിനെ നമ്മൾ മാനിച്ചേ പറ്റുള്ളൂ. ശില്പ ഞാൻ ശില്പയുടെയും പ്രൈവസിയെ മാനിച്ചേ പറ്റുള്ളൂ. ശരിയാണ്, അനുപമ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി എല്ലാ റിലേഷൻഷിപ്പിലും കീപ്പ് ചെയ്യണമെന്നല്ല. പക്ഷേ നമ്മൾ ഇപ്പൊ കേൾക്കുന്ന ഈ സോ കോൾഡ് റിലേഷൻഷിപ്പുകളിൽ നമ്മളിപ്പോൾ അതിനെ പപ്പി റിലേഷൻഷിപ്സ് എന്ന് പറയും, ഈ കണ്ണാപ്പി അല്ലെങ്കിൽ എന്താ പറയാ, അത് ആ ടേമിനോട് ഞാൻ യോജിക്കുന്നില്ല, പക്ഷെ അവരറിയപ്പെടുന്നത് അങ്ങനെയാണ്. അങ്ങനത്തെ കുറച്ച് കലിപ്പൻ കാന്താരി റിലേഷൻഷിപ്പുകളൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഇൻഡിവിജ്വാലിറ്റി ഇല്ല. മനസ്സിലായി? ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാവാണ്, കുറച്ച് മെച്യൂർഡായ റിലേഷൻഷിപ്പുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് അൺമെച്യൂർഡായി ബിഹേവ് ചെയ്യുന്ന ചില റിലേഷൻഷിപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറയുന്ന സോക്കോൾ ടോക്സിസിറ്റി ഒക്കെ ഉള്ള റിലേഷൻഷിപ്പുകൾ. അതിലെന്താ ഉണ്ടാവുന്നത്? ഇപ്പോൾ ഞാനൊരു റിലേഷൻഷിപ്പിലാവുകയാണ്, ആ സമയത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അയാൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ അവിടേക്ക് വരികയാണ്. സോ നമ്മളിപ്പോൾ കാണാറുണ്ട് പകുതിയോളം ഈ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലുള്ള കപ്പിൾസിന്റെ ഒക്കെ ഫോണിൽ രണ്ടുപേരുടെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഗാലറി അല്ലെങ്കിൽ നമ്മുടെ ചാറ്റുകളെല്ലാം എന്താ പറയുക നമ്മളില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മളൊപ്പം ഇരിക്കുമ്പോൾ തന്നെ അത് കാണിക്കുക, ഇത് കാണിക്കുക, ഞാൻ ഇത് നോക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമുക്ക് 1-2 ഡിവൈസസിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. എൻ്റെ ചില കൂട്ടുകാരോട് ഞാൻ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഇല്ല അത് ഞാനല്ല എൻ്റെ ഹസ്ബൻഡാണ് മെസ്സേജ് അയച്ചു. ഹസ്ബൻഡോ? നോക്കുമ്പോൾ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അദ്ദേഹത്തിന്റെ ഹസ്ബൻഡും യൂസ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യകത എന്താണ് നമ്മുടെ നാട്ടില്? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലല്ല, അതിനൊരു ആവശ്യകത ഇല്ല. നമ്മുടെ പേഴ്സണൽ സാധനമാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ സോക്കോൾഡ് ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ എൻ്റെ ഫോണിലും എൻ്റെ പാർട്ട്ണറുടെ ഫോണിലും ഉണ്ടെന്നിരിക്കട്ടെ. അനുപമ എനിക്കൊരു ദിവസം സീരിയസ്ലി അനുപമയുടെ ഒരു പേഴ്സണൽ കാര്യം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയാണ്. അത് ചിലപ്പോൾ കാണുന്നത് ഞാനായിരിക്കില്ല, എൻ്റെ പാർട്ട്ണർ ആയിരിക്കും. പിന്നെ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ളവർക്ക് മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ അത് അത്തരത്തോളം ഉള്ള റിലേഷൻഷിപ്പുകൾ, അല്ലെങ്കിൽ എത്രത്തോളം ദൃഢമായ റിലേഷൻഷിപ്പ് ആയാലും ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെല്ലുക, അല്ലെങ്കിൽ ഇപ്പോൾ ബെസ്റ്റിയോ ഇനി ഭർത്താവോ ആരോ ആവട്ടെ അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു കാര്യം. ആയാലും ഹസ്ബൻഡ് ആയാലും അല്ലെങ്കിൽ പാർട്ട്ണർ ആയാലും ആരായാലും നമ്മുടെ പാരന്റ്സ് ആണെങ്കിൽ പോലും നമ്മളെ തല്ലുന്നത് എങ്ങനെയാണ്? ഞാൻ പറയട്ടെ, സുഹൃത്താണെന്നിരിക്കുക, നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഇപ്പൊ ശില്പ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വന്ന് തല്ലല്ലോ ചെയ്യണ്ടേ, അല്ല ശാസിക്കുക എന്നുള്ളതിലുപരി നമുക്ക് എന്താ പറയുക വളരെ ശാന്തമായ ഒരു കോൺവെർസേഷനിലൂടെ അത് ഡീൽ ചെയ്യാൻ അല്ലെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അതല്ല കുറച്ചും കൂടെ ഹൈ ലെവലാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എന്താ പറയുക കുറച്ചും കൂടെ അഗ്രസീവായ രീതിയിൽ ശില്പയെ കൈകാര്യം ചെയ്യാം. അഗ്രസീവ് ഇൻ ദ സെൻസ് പിടിച്ചടിച്ച് അതല്ല, നമുക്ക് ശകാരിച്ചിട്ട് അല്ലെങ്കിൽ ശകാരത്തിലൂടെ എനിക്ക് ശില്പയെ മാറ്റി ചിന്തിപ്പിക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? അജാസ് സുഹൃത്താണെന്ന് പറയുന്നു, അല്ലെങ്കിൽ 2ാം ക്ലാസ് മുതൽ ഇന്ദുജയുടെ കൂടെ പഠിച്ച ആളാണെന്ന് പറയുന്നു. നമ്മൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു കുറെ നാളത്തെ ദൃഢത വെച്ച് ബന്ധത്തിന്റെ ദൃഢത പൊക്കി പറഞ്ഞുകൊണ്ട് നമ്മൾ ആരും പിടിച്ച് തല്ലുന്നതിൽ എന്തിനാണ്? അതിനുള്ള സ്വാതന്ത്ര്യമൊന്നും നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ തല്ലുക, അത് തല്ലിയാലും ഇത് ആരും ഇല്ലാത്ത സ്ഥലത്തിട്ടല്ല അയാൾ തല്ലിയത്. ഭർത്താവ് എന്ന് പറയുന്ന ഒരാള്, ഭർത്താവ് എന്ന പൊസിഷനെ അല്ല ഞാൻ പറയുന്നത്, അത് നോക്കി നിൽക്കാൻ ഒരാൾ അവിടെ ഉണ്ടായിരിക്കുകയാണ് ഈ കുട്ടിക്ക് അജാസിൽ നിന്നും തല്ല് കിട്ടിയത്. അതെ, തപ്പെടുന്ന ഒരു അടിയുടെ പുറത്തൊരു ഡിവോഴ്സ് നടക്കുന്ന കഥയാണ്. അത് കേവലം ഒരടിയല്ലേ എന്ന് ചിന്തിക്കുന്നവരെ കൊണ്ട് രണ്ടാമത് ഒരു അടി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ചിന്തിച്ചതാണ്. സോ അതേ സാധനം തന്നെയാണ് ഇവിടെ. ഈ ഭർത്താവ് എന്തിനാണ് അത് നോക്കി നിന്നത്?
ഇപ്പൊ നമ്മൾ ആ വഴി കൂടെ നടന്നു പോവുകയാണെന്നിരിക്കട്ടെ, നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ഒരാളെ അടിക്കുന്നത് കണ്ട നമ്മൾ ചോദിക്കില്ല, നമുക്ക് ചോദിച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ശ്രദ്ധിക്കത്തില്ലേ പോലും നമ്മൾ ചോദിക്കുക. അത് നമ്മുടെ ഒരു എന്താ പറയാ പൗരൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹജീവി എന്നുള്ള നിലയ്ക്ക് നമ്മൾ അന്വേഷിക്കും. അപ്പൊ അതിനൊന്നും മനസ്സ് കാണിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഈ ഇന്ദുജയുടെ കേസ് കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ ഈ വിഷയത്തിനോടൊപ്പം നമ്മൾ പറഞ്ഞു വെക്കേണ്ടതാണ് ഒരാളുടെ ഇൻഡിവിജ്വാലിറ്റിയെ ഒരാൾ ബഹുമാനിക്കേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഈക്വൾ ബെസ്റ്റി ആണെങ്കിലും ഭർത്താവാണെങ്കിലും ഇനിയിപ്പോൾ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒരാളുടെ പ്രൈവസി ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അവരുടെ പ്രൈവസി തന്നെയാണ്. അതിൽ മറ്റുള്ളവരുടെ പ്രൈവസിയും കൂടി ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അത് മനസ്സിലാക്കി ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞു വെക്കേണ്ടത്. യെസ്.